May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. It's another privileged day for us that we could come to the presence of the Lord through this online platform. ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. We do not know up to what time it's going to be like this. ഈ സാഹചര്യം എത്ര നാൾ ഇങ്ങനെ തുടരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. But as long as we hear the word of God through this online platform, let us glorify by hearing the Let's glorify God by hearing the word of God through this online platform. ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ നാം കേൾക്കുന്ന ദൈവവചനം അത് കേട്ട് ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. And I would like to thank all the church members who are praying and supporting us when we are there in the North India. ഞങ്ങൾ വടക്കേ ഇന്ത്യയിലായിരിക്കുന്ന നാളുകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങൾക്കുള്ള നന്ദിയെ അറിയിക്കുന്നു. And I am giving a big thank to all of you. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. And God willing, we would like to travel back to Jamtara on 23rd of this month. ദൈവം അനുവദിച്ചാൽ ഈ 23-ാം തീയതി ഞങ്ങൾ മടങ്ങി ജംതാരിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. As long as we be there in that place, that we may glorify God for His kingdom. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങൾ അവിടെ ആയിരിക്കാൻ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് അപേക്ഷിക്കുന്നു. And please continually pray for us that what all things we do, let it bring glory and honor unto you. ഞങ്ങൾ അവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായി തീരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ തുടർന്നും അപേക്ഷിക്കുകയാണ്. And all of you know that we are there in Jamtara. ഞങ്ങൾ ജംതാരയിലായിരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാമല്ലോ. And when we think about that place, we don't have a good facility of hospital. അവിടെ ജംതാരയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു നല്ല ആശുപത്രിയുടെ സൗകര്യം ഇല്ല എന്നുള്ള കാര്യം ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കുകയാണ്. And also people are in different motive as well as a situation. പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. But because of the school which runs there as well as the Bible college, many people are coming to the saving knowledge of Christ. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഫലമായിട്ടും അതുപോലെ ബൈബിൾ സ്കൂളിന്റെ പ്രവർത്തന ഫലമായിട്ടും അനേകര് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നു. And we are also part of that ministry. ഞങ്ങളും ആ ശുശ്രൂഷയോട് സഹകരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. And as we be there and spend time, we are glorifying God by doing all the works of what we can do it for God. ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയും ചെയ്ത് അങ്ങനെ ദൈവനാമ മഹത്വത്തിനായിട്ട് അവിടെ ആയിരിക്കാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. Because God has given us a definite task to do His ministry. കർത്താവിന്റെ വേലയിൽ ആയിരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ദൗത്യം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. Along with that, I would like to take your attention to the message. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കട്ടെ. So we know when we read the Old Testament as well as New Testament, God has given a task to different people. പഴയ നിയമം പുതിയ നിയമം വായിക്കുമ്പോൾ ദൈവം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Probably it may be an individual business between God as well as a particular person. ഒരുപക്ഷെ ദൈവമായിട്ട് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയായിരിക്കാം. When we think about Noah, God has given him a task. നോഹയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവം ഒരു പ്രവൃത്തി ദൈവം അവനെ ഏൽപ്പിച്ചു. That is to build a ark. ഒരു പെട്ടകം പണിയുക എന്നുള്ളതായിരുന്നു ദൈവം നോഹയ്ക്ക് ഏൽപ്പിച്ച പ്രവൃത്തി. And when we think about Apostle Paul, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ and other apostles, മറ്റ് അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ God has given them a task. ദൈവം അവർക്കൊക്കെയും ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിരുന്നു. So they have accomplished it. അത് പൂർത്തീകരിക്കാനായിട്ട് അവർക്കിടയായി. David, ദാവീദ്, ദാനിയേൽ, and Joshua, യോശുവ, and many more people. അങ്ങനെ അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So God has given a specific task toward them to complete in His kingdom, to establish His kingdom. തന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് ദൈവം അങ്ങനെ വ്യത്യസ്തമായ ആളുകൾക്ക് ചെയ്തു തീർക്കുവാനായിട്ടുള്ള പ്രവൃത്തി അവരെ ഏൽപ്പിക്കുന്നു. So we are also going to discuss about a particular person who has received a task from God. അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ദൗത്യം
വരമേൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. But before entering to that task, he has given lot of excuses. എന്നാൽ ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ട് ആ വ്യക്തി ദൈവത്തോട് അനേക ഒഴിവുകഴിവുകൾ പറയാനായിട്ടിടയായി തീർന്നു. It's none other than Moses. നമുക്കറിയാം മോശയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. We know the situation in which the people of Israel were undergoing. ആ ഇസ്രായേൽ ജനം ആയിരുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യം നമുക്ക് അറിവുള്ളതാണല്ലോ. So when they were there in the land of Egypt, ആ ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായിരുന്നപ്പോൾ they were in bondage, അവർ അടിമത്തത്തിലായിരുന്നു. and they were crying to God. അവർ ദൈവത്തോട് നിലവിളിച്ചു. And when we read in verse 24 as well as 25, there we can read പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, so chapters 2 verse 24 and 25, 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ, God had their groaning, നാം അവിടെ വായിക്കും, ദൈവം അവരുടെ നിലവിളി കേട്ടു. and God remembered his covenant with Abraham, Isaac and Jacob. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തന്റെ ഉടമ്പടി ഓർത്തു. And God saw the sons of Israel, ദൈവം ഇസ്രായേൽ മക്കളെ കണ്ടു. and God took notice of them. ദൈവം അത് ശ്രദ്ധിച്ചു എന്നാണ് നമ്മളോട് കാണുന്നത്. The answer for this verse is the person called Moses. അതിനുള്ള മറുപടിയാണ് ദൈവം മോശയിലൂടെ നിവർത്തിക്കാനായിട്ട് പോകുന്നത്. God is going to use Moses as a task to deliver the people of Israel from the land of Egypt. ആ മോശയിൽ കൂടെ ഈ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. So God has kept in his mind that it is Moses who is going to deliver the people of Israel. ഈ മോശ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കും എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. And when we think about the lifespan of Moses, മോശയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ 40 years he was there in the palace in the land of Egypt. തന്റെ ആദ്യത്തെ 40 വർഷം മിസ്രൈമിലെ ഫറവോന്റെ അരമനയിലായിരുന്നു ജീവിച്ചിരുന്നത്. And another 40 years he was there in the wilderness. അതിനുശേഷമുള്ള 40 വർഷം മരുഭൂമിയിൽ ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And the wilderness he was shepherding the sheep of his father-in-law. തന്റെ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടാണ് അവിടെ ആയിരുന്നത്. And at the age of 80, അതിനുശേഷം 80-ാമത്തെ വയസ്സിൽ God is calling Moses. ദൈവം മോശയെ വിളിക്കുകയാണ്. So when God was calling Moses, ദൈവം മോശയെ വിളിച്ചപ്പോൾ God has appeared to Moses. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി And said to Moses, മോശയോട് ഇങ്ങനെ പറഞ്ഞു, that it is you who is going to deliver the people of Israel from the land of Egypt. മിസ്രൈമിൽ നിന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കേണ്ടത് നീയാണ് എന്ന് ദൈവം മോശയോട് പറഞ്ഞു. So God has kept in his mind that it is Moses who is going to deliver the people of Israel. ഈ മോശയാണ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. But when Moses is hearing, എന്നാൽ മോശ കാര്യം കേട്ടപ്പോൾ he began to give the excuses. മോശ പല ഒഴിവുകഴിവുകളും പറയാനായിട്ട് തുടങ്ങി. The first excuses is found in verse 11 of chapter 3 of Exodus. പുറപ്പാട് 3:11 മോശ പറഞ്ഞ ഒന്നാമത്തെ അതിനുള്ള ഒഴിവുകഴിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Exodus chapter 3 verse 11. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. So this is the first excuses that Moses is saying, that who am I to go to the land of Egypt to deliver the people of Israel. ഇവിടെ മോശ ദൈവത്തോട് പറയുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ വലിയ ദൗത്യം ചെയ്യുവാനായിട്ട് എന്തുമാത്രമുള്ളൂ എന്നാണ് പറയുന്നത്. In another words, in another way we can say that Moses is looking about himself, that he is not fit for this calling or this task. താൻ മോശ തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഈ വലിയ ദൗത്യം ചെയ്യുവാനായിട്ട് തനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള അവസ്ഥയിലാണ് മോശ ആയിരിക്കുന്നത്. That's the reason why Moses is telling that who am I to go to Pharaoh to deliver the people of Israel. അതുകൊണ്ടാണ് മോശ ദൈവത്തോട് പറയുന്നത്, ഞാൻ എന്തുമാത്രമുള്ളൂ, ഫറവോന്റെ അടുക്കിലേക്ക് പോയി ഈ ജനത്തെ വിടുവിപ്പാൻ ഞാൻ എന്തുമാത്രമുള്ളൂ. See, at the age of 80 he is going to appear before Pharaoh. നമുക്ക് അറിയാം 80 വയസ്സുള്ളപ്പോഴാണ് മോശ ഫറവോന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് പോകുന്നത്. He just looked about his identity. തന്റെ മോശ ആരായിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കുമ്പോൾ, so he was 80-year-old person.
80 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. Probably he might have thought that I am not fit for this job. ഈ വലിയ ദൗത്യത്തിന് ഞാൻ അർഹനല്ല എന്നുള്ളൊരു ചിന്ത തനിക്കുണ്ടായിരിക്കാം. And I am not qualified for this task. ഈ വലിയ ദൗത്യം ചെയ്യുവാനായിട്ട് എനിക്ക് യോഗ്യതയില്ല. And one more thing, that he was having a fear to go to the land of Egypt. എന്ന് മാത്രമല്ല മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് മോശ ഭയപ്പെട്ടു. Because he ran away from Egypt. താൻ ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയവനാണ്. Thus he decided that he is not a right person and he is a wrong person to deliver the people of Israel. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് താൻ മോശ ഒരിക്കലും തനിക്ക് സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. But God is giving the response to Moses. എന്നാൽ ദൈവം മോശയെ ആ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. So in all these 5 excuses what Moses is making, ഇവിടെ മോശ ദൈവമുമ്പാകെ പറയുന്ന ഈ 5 ഒഴിവുകഴിവുകളിലും he makes excuses നമുക്ക് എങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? and God gives a response. ദൈവം അതിനൊക്കെ ഓരോന്നിനും ദൈവത്തിന്റെ മറുപടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So the first excuses Moses made is that who am I to go to Pharaoh to deliver the people of Israel? ഒന്നാമത്തെ കാരണമായിട്ട് മോശ പറഞ്ഞത് ഫറവോന്റെ അടുക്കിലേക്ക് പോകുവാൻ ഞാൻ എന്തുമാത്രമുള്ളൂ, ജനത്തെ വിടുവിപ്പാൻ ഞാൻ എന്തുമാത്രമുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. Probably he might have thought about himself that I am not fit for this job or I am not qualified. ഈ വലിയ ദൗത്യത്തിന് ഞാൻ അർഹനല്ല, യോഗ്യനല്ല എന്നാണ് മോശ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. So the answer is, the God's response is given in the same verse 13. ആ ദൈവത്തിന്റെ മറുപടി 13ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 13ാമത്തെ വാക്യം, Verse 12. 12ാമത്തെ വാക്യം. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. So here God is telling to Moses that he is going to be with Moses. ഇവിടെ ദൈവം മോശയോട് പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. It is God who is going to be with Moses. ദൈവം മോശയോട് കൂടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. That is the response of God to Moses. അതാണ് മോശയ്ക്ക് ദൈവം കൊടുത്ത മറുപടി. See, and we read, and you will be worshipping me in this mountain. എന്ന് മാത്രമല്ല ദൈവം തുടർന്ന് അവനോട് പറയാണ്, നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ എന്നെ ആരാധിക്കും. You will be worshipping me in this mountain where God is talking to Moses. In the same mount they are going to worship God. ഇപ്പോൾ ദൈവം മോശയുമായിട്ട് സംസാരിക്കുന്ന ഇതേ പർവ്വതത്തിൽ നിങ്ങൾ എന്നെ ആരാധിക്കുമെന്നാണ് ദൈവം മോശയോട് പറയുന്നത്. So the response is that God is going to be with Moses. അതിന്റെ ദൈവം കൊടുത്ത മറുപടി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ്. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, God has given us a task. ദൈവം നമുക്ക് ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മെ. And at the same time the response is that he is always with us. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. So in the Old Testament as well as in the New Testament, God has given the task to different people. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വ്യത്യസ്തമായ ദൗത്യങ്ങൾ തന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. At the same time he was with all those people. അവരോട് ഒക്കെയും ദൈവം കൂടെ ഇരുന്ന് അവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. He was with Enoch. ഹാനോക്കിനോട് കൂടെ ദൈവം ഇരുന്നു. Thus he was able to walk with God for 300 years. അതിന്റെ ഫലമായിട്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു 300 സംവത്സരം. God was with Noah. ദൈവം നോഹയോട് കൂടെ ഇരുന്നു. Thus he was able to build the ark. ദൈവം പറഞ്ഞ പ്രകാരം പെട്ടകം തീർപ്പാനായിട്ട് നോഹയ്ക്കിടയായി തീർന്നു. He has never seen the ark in his life. തന്റെ ജീവിതത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു പെട്ടകം നോഹ കണ്ടിട്ടില്ലായിരുന്നു. But God has given the instruction that this is the way you need to build it. ഇന്ന പ്രകാരം പെട്ടകം പണി കഴിപ്പിക്കണമെന്ന് നോഹയോട് ദൈവം കൽപ്പിച്ചു. But with faith, when God was with Noah, thus he was able to build the ark. വിശ്വാസത്താൽ ദൈവം തന്നോട് കൂടെ ഇരുന്നതുകൊണ്ട് നോഹയ്ക്ക് ആ പെട്ടകം പണി തീർക്കുവാനായിട്ട് സാധിച്ചു. So when God told to Moses to deliver the people of Israel from the land of Egypt, ഇവിടെ മോശയോട് ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ God is going to be with Moses. ദൈവം മോശയോട് കൂടി ഇരിക്കുവാനായിട്ട് പോവുകയാണ്. With the help of God, ദൈവത്തിന്റെ സഹായത്താൽ Moses can able to bring the people of Israel from the land of Egypt. ഈ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായി തീരുമെന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. The second excuses Moses made is, രണ്ടാമത്തെ ഒരു ഒഴിവുകഴിവായിട്ട് മോശ ദൈവത്തോട് പറഞ്ഞത് we read in verse 13. 13ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 13ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ
ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. The second excuse is that he is asking to God that who are you, Lord? രണ്ടാമത്തെ ഒരു കാരണമായിട്ട് മോശ ദൈവത്തോട് പറയുന്ന, ദൈവം ആരാണ് അങ്ങ്? If I go to the land of Egypt, ഞാൻ മിസ്രൈമിലേക്ക് പോയിട്ട് and telling that your God of your fathers has sent me to here to deliver you. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളെ ഇവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ What can I say? ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? Probably they may be asking his name. അവരെന്നോട് ഈ ദൈവത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ, See, because the people of Israel were there in the land of Egypt for 430 years. ഇസ്രായേൽ ജനം മിസ്രൈമിൽ 430 സംവത്സരം പാർത്തു. And they have seen different gods and goddesses in the land of Egypt. മിസ്രൈമിൽ അനേക ദേവന്മാരെയും ദേവതകളെയും അവർ കണ്ടിട്ടുണ്ട്. Probably they may think that among them somebody may be bringing out of the land of Egypt. ആ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ ഈ ഇസ്രായേൽ ജനത്തെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് പോകുന്നത്? That's the reason why God is telling to him that you are the God of your father. അതുകൊണ്ടാണ് ഇവിടെ ദൈവം പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, God of Abraham, അബ്രഹാമിന്റെ ദൈവം, Isaac, ഇസാക്കിന്റെ ദൈവം, and Jacob. യാക്കോബിന്റെ ദൈവം, He has sent me to you. ആ ഞാനാണ് നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നത്. If they ask his name, ആ നാമം, എന്റെ നാമം എന്തെന്ന് അവർ ചോദിച്ചാൽ, the response is given, God's response is given in verse 14. ദൈവത്തിന്റെ മറുപടി 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. So here God is telling to Moses that I am who I am has sent you to the land of Egypt. ഇവിടെ മോശയോട് ദൈവം പറയാണ്, ഞാനാകുന്നു എന്നുള്ളവൻ, or else Yahweh has sent me to the land of Egypt to deliver the people of Israel. യഹോവയായ ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് മോശയോട് പറയാനായിട്ട് പറഞ്ഞത്. So when they hear the word Yahweh, they will understand that this is the God who has given a covenant to Abraham, Isaac and Jacob. യഹോവ എന്ന നാമം കേൾക്കുമ്പോൾ അവർക്കറിയാം, അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ നാമമാണത്. That's the response of God. അതാണ് ദൈവം മോശയ്ക്ക് കൊടുത്ത മറുപടി. And the third thing is, മൂന്നാമത്തെ കാരണമായിട്ട് മോശ അവിടെ പറയുന്നത്, verse 4, chapter 4 verse 1. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു. See, this is the third excuse. If they don't believe me, what can I say to them? അവരെന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് പറയും എന്നാണ് മൂന്നാമത്തെ ഒരു ഒഴിവായിട്ട് മോശ പറയുന്നത്. I said that God of your fathers has sent me to the land of Egypt to deliver you. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്നെ നിങ്ങളുടെ വിടുവിക്കുവാനായിട്ട് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ, and if at all Moses says that Yahweh sent me to this place, യഹോവയായ ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ, still now if they don't listen to me, what can I do? എന്നിട്ടും ജനം എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? Out there we can see God is giving the sign to Moses. ആ ദൈവം അവിടെ ഇതാ മോശയ്ക്ക് ചില അടയാളങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. There are 3 signs God has given to Moses. 3 അടയാളങ്ങൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നു. Here a staff in his hand. അവന്റെ കയ്യിലുള്ള വടി, and when God told him to put it in the ground, അത് നിലത്തിടുവാനായിട്ട് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ, and it became serpent. അതൊരു സർപ്പമായി തീർന്നു. That's the first sign God has given to Moses. അതാണ് ദൈവം കൊടുത്ത ഒന്നാമത്തെ അടയാളം. And the second time he told him to take it away. രണ്ടാം പ്രാവശ്യം അതിനെ പിടിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. And it became a rod. അത് പിന്നെയും വടിയായി തീർന്നു. So that's the first sign God has given to Moses, that when he shows this to the people of Israel, they will accept it. ഇതാണ് ദൈവം കൊടുത്ത ഒന്നാമത്തെ അടയാളം. ഇത് നീ ഇസ്രായേൽ മക്കൾക്ക് കാണിക്കുമ്പോൾ അവർ വിശ്വസിക്കുമെന്ന് ദൈവം പറഞ്ഞു. And the second thing, രണ്ടാമത്തെ അടയാളം, God told to Moses to put his hand inside his bosom. രണ്ടാമത് ദൈവം കൊടുത്ത അടയാളം, തന്റെ കൈ മാർവിടത്തിലിടുവാനായിട്ട് ദൈവം മോശയോട് പറഞ്ഞു. And when he stretched out his hand and put it in his bosom, and he take it out, then it became the leprosy. നമ്മൾ കാണുന്നത് മോശ കൈ മാർവിടത്തിലിട്ടു, പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്തു. It was a severe disease during that time.
അത് കുഷ്ഠരോഗമുള്ള എന്നുള്ള ഗൗരവമുള്ള രോഗമായി തീരുവാനായിട്ട് ഇടയായി That തീർന്നു. is the second sign. അതാണ് രണ്ടാമത്തെ അടയാളമായിട്ട് കൊടുത്തത്. These two signs God gave to Moses at that same moment. ആ നിമിഷം തന്നെ ദൈവം കൊടുത്ത രണ്ട് അടയാളങ്ങളാണത്. But the third one is മൂന്നാമത്തെ അടയാളം he is going to do in front of the people. ജനത്തിന്റെ മുമ്പാകെ മോശ ഈ അടയാളങ്ങളൊക്കെ കാണിക്കുവാനായിട്ട് പോവുകയാണ്. Even he has never seen. മോശയും ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. God told to Moses, ദൈവം മോശയോട് പറഞ്ഞു, you take a little water from the Nile river നൈൽ നദിയിൽ നിന്ന് നീ അല്പം വെള്ളം എടുക്കുക, and you pour into it. നീ അത് നിലത്തൊഴിക്കുക, The whole water will become blood. ആ വെള്ളം മുഴുവൻ രക്തമായി തീരുമെന്ന് ദൈവം മോശയോട് So പറഞ്ഞു. these are the three signs God has given to Moses. ഇതാണ് ദൈവം മോശയ്ക്ക് കൊടുത്ത മൂന്ന് അടയാളങ്ങൾ. So what can we understand from this? ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? God has given the task to Moses. ദൈവം മോശയ്ക്ക് ഒരു പ്രത്യേക ദൗത്യം അവനെ ഏൽപ്പിച്ചു. And still he is not convinced that God has called me for this purpose. എന്നിട്ടും ഈ ദൗത്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുള്ള ഉറപ്പ് മോശയ്ക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. One after another he began to give the excuses. അതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവത്തോട് ഒഴിവുകഴിവുകൾ പറയുകയാണ് മോശ. But God kept in his mind that it is Moses who is going to deliver the people of Israel. എന്നാൽ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു, ഈ മോശയാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ടുള്ളവൻ എന്നുള്ളത്. So he asked, who am I to go to the land of Egypt? ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് മോശ പറഞ്ഞപ്പോൾ, And he said, who are you, Lord, that I may go to the land of Egypt? ദൈവമേ നീ ആരാകുന്നു ഞാൻ മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് എന്ന് മോശ ചോദിച്ചപ്പോൾ, And if at all they don't listen to me, what can I do? അവരെന്നോട് എന്നെ ശ്രദ്ധിക്കാതെയും എന്നെ വിശ്വസിക്കാതെയും ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് മോശ ചോദിച്ചപ്പോൾ, See, Moses thinks that somewhat he needs to escape from that situation. ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് മോശ ആഗ്രഹിച്ചത്. We also may be doing the same thing. ഒരുപക്ഷെ നാമും അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം. When God gives the task toward us, ദൈവം നമ്മെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ we may think about our lowliness. നമ്മുടെ കഴിവില്ലായ്മ നമ്മൾ ഒരുപക്ഷെ ഓർക്കാം. We may think that I am not fit for this job. ഈ ദൗത്യം ചെയ്യുവാനായിട്ട് ഞാൻ യോഗ്യനല്ല, I cannot do anything. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. I may a person who may be fearing for the people. ഞാൻ ജനത്തെ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കാം. I don't have such a quality. എനിക്ക് അങ്ങനെ ചെയ്യുവാനായിട്ടുള്ള കഴിവുകളില്ല. We may think. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം. We know that we are called by God. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. Whether young or old, നാം ഏത് പ്രായത്തിലുള്ളവരായിക്കൊള്ളട്ടെ, man or women, നാം സഹോദരനോ സഹോദരി ആയിക്കൊള്ളട്ടെ, or small boy or a big person, ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ മുതിർന്നവരോ ആയിക്കൊള്ളട്ടെ, whoever is called by God, ദൈവത്താൽ വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും God has given us a task. ദൈവം നമുക്ക് ചെയ്യുവാനായിട്ടുള്ള പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. That we need to accomplish it. അത് പൂർത്തിയാക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. In which we should never give any excuses. നാം ഒരു ഒഴികഴിവും ദൈവമുമ്പാകെ പറയുവാനായിട്ട് ആവശ്യമില്ലാതെ വണ്ണം. Fourth one is, നാലാമത്തെ കാരണം we may be found in Exodus chapter 4 verse 10. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. See here Moses is telling that he is not a good communicator. ഇവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഒരു വാക്സാമർത്ഥ്യമുള്ളവനല്ല, I am not able to speak before people. ജനത്തിന്റെ മുമ്പാകെ സംസാരിക്കാൻ കഴിവുള്ളവനല്ല, I am slow in tongue. ഞാൻ വിക്കുള്ളവനാണ്, I am an eloquent person. I am not an eloquent person. ഞാൻ അങ്ങനെ വാക്സാമർത്ഥ്യമുള്ളവനല്ല. Sometimes we may also have such a way. ഒരുപക്ഷെ നമുക്കും അങ്ങനെയുള്ള കുറവുകളൊക്കെ ഉള്ളവരായിരിക്കാം. I am not a completely good person to speak a few words before audience. ഒരു ജനത്തിന്റെ മുമ്പാകെ എന്തെങ്കിലും പറയുവാനായിട്ട് കഴിവുള്ള വ്യക്തിയല്ല. I am not a good speaker. ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല. I cannot do anything for God. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. I am not able to fit for this job. ഈ ദൗത്യത്തിന് ഞാൻ യോഗ്യനല്ല. So one after another, when Moses is giving the excuses. ഒന്നിനു പുറകെ ഒന്നായിട്ട് മോശ ദൈവത്തോട് ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, he says that I am not a good communicator. ഞാൻ ഒരു
വാക്സാമർത്ഥ്യമുള്ള വ്യക്തിയല്ല. But what was the response of God? ദൈവത്തിന്റെ മറുപടി എന്താണ്? In verse 11 we read, 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാർ? അല്ല ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയെ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. So here God is telling to Moses, ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, who has made man's mouth? മനുഷ്യന് വായ കൊടുത്തത് ആരാണ്? And who makes him mute? ആരാണ് കുരുടനെയോ ചെകിടിനെയോ ഉണ്ടാക്കുന്നത്? It is God who is the creator. ദൈവമാണ് സൃഷ്ടാവ്. And he is the maker. അവനാണ് സൃഷ്ടാവ്. If a person is a lame, ഒരു മനുഷ്യൻ മുടന്തനാണെങ്കിൽ he is in the will of God. അത് ദൈവത്തിന്റെ ഇഷ്ടമാണത്. If he is a mute person, ഒരു മനുഷ്യൻ ഊമനാണെങ്കിൽ it is also a will of God. അത് ദൈവത്തിന്റെ ഹിതമാണ്. In which we cannot question God that why did you make this person in this situation? ഒരു വ്യക്തിയെ ഇന്ന മാതിരി എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല. But even that person may glorify God in his work. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് സാധിക്കും. Thus God says, ദൈവം അങ്ങനെയാണ് പറയുന്നത്, I am not going to look about your mistakes. നിന്റെ കുറവുകളെ അല്ല ഞാൻ നോക്കുവാനായിട്ട് പോകുന്നത്. I am not going to think that you are not a good communicator. നിനക്ക് വാക്സാമർത്ഥ്യമില്ല എന്നുള്ളതല്ല ഞാൻ നോക്കുവാനായിട്ട് പോകുന്നത്. Already God said that he is going to be with Moses. ആ ദൈവം മോശയോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ളത്. Thus you no need to worry about anything. അതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുവാൻ ആവശ്യമില്ല. And it is God who is the creator. സൃഷ്ടാവായ ദൈവം ഞാനാണ്. And he is the omnipresent and omnipotent. സർവ്വവ്യാപിയും സർവശക്തനുമാണ്. And he knows everything. സർവജ്ഞാനിയായ ദൈവമാണ്. What Moses is going to do hereafter, he knows it. ഇനിയും മോശ എന്താണ് ചെയ്യുവാൻ പോകുന്നത് ദൈവത്തിന് മുന്നമേ അറിയാം. But still God needs to convince this Moses. എന്നാൽ മോശയെ അവിടെ ഉറപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. Thus he has given the response to Moses. അങ്ങനെ മോശയെ ആ ദൗത്യം ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. If God made a person as a deaf, ഒരു വ്യക്തിയെ ദൈവം ചെകിടനായിട്ട് സൃഷ്ടിച്ചാൽ, or if God makes a particular person as a mute person or a lame person, ഒരു വ്യക്തിയെ ദൈവം ഊമനോ മുടന്തനോ ആയി സൃഷ്ടിച്ചാൽ, can't he use it? ആ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ലേ? Definitely when God calls him, he will be using him more than others. ദൈവം ആ വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനെ ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. In which Moses was far beyond. ആ കാര്യത്തിൽ മോശയെ ദൈവം ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. So God is going to use Moses. ദൈവം മോശയെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. He is not going to look about his what is that? Limitations. Yeah, what he is lacking, he is not going to look at it. മോശയ്ക്ക് എന്താണ് കുറവായിട്ടുള്ളത് എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. But already he has seen his future. ദൈവം മോശ ആരായി തീരുമെന്നുള്ളത് മുന്നമേ കണ്ടു. And finally ഒടുവിലായിട്ട് Moses is giving another excuses. മോശ മറ്റൊരു ഒഴികഴിവ് കൂടെ ദൈവത്തോട് പറയുകയാണ്. We'll read verse 13 of chapter 4. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അവൻ, കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. He says, Lord, you send somebody else. മോശ ദൈവത്തോട് പറയുകയാണ്, മറ്റാരെങ്കിലും അയക്കണമേ. The fifth excuse which Moses is made is that, Lord, you send me somebody else. അഞ്ചാമതായിട്ട് മോശ ദൈവത്തോട് പറഞ്ഞ ഒഴികഴിവ് എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും അയക്കണമേ എന്നുള്ളതാണ്. I am not fit for this job. ഈ ദൗത്യത്തിന് ഞാൻ യോഗ്യനല്ല. I cannot deliver the people of Israel. ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ എനിക്ക് സാധിക്കുകയില്ല. Or else I cannot stand in front of Pharaoh. ഫറവോന്റെ മുമ്പാകെ നിൽക്കുവാനും എനിക്ക് സാധിക്കുകയില്ല. One thing I can remember that I ran away from Egypt and came here. ഞാൻ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയവനാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. If at all I go back to the Egypt, ഇനിയും മടങ്ങി മിസ്രൈമിലേക്ക് പോയാൽ probably they may kill me. അവരൊരു പക്ഷേ എന്നെ കൊന്നേക്കാം. Please send me somebody else. മറ്റാരെങ്കിലും അയക്കണമേ ദൈവമേ. This was a fifth excuse. അതാണ് മോശ ദൈവത്തോട് പറഞ്ഞ അഞ്ചാമത്തെ കാരണം. The response of God is given in verse 14. ദൈവത്തിന്റെ മറുപടി 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 14 and 15. 14-ഉം 15-ഉം വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും.
നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. So here is the last response that God is giving to Moses. മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒടുവിലത്തെ ആ മറുപടിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. In which God got angry. ഇവിടെ നാം വായിക്കുന്നത് മോശയോട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. And said, ദൈവം ഇങ്ങനെ പറയുകയാണ്, your brother Aaron is on the way. നിന്റെ സഹോദരൻ അഹരോൻ വഴിയിലുണ്ട്. And he will be speaking on behalf of you. അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. And I'll put a word in your mouth. ഞാൻ വാക്ക് നിനക്ക് പറഞ്ഞു തരും. At the same time I'll put the word in his mouth also, in Aaron's mouth. ഞാൻ എന്താണ് പറയേണ്ടതെന്നുള്ളത് നിന്റെ വായിലും അഹരോന്റെ വായിലും ഞാൻ നൽകും. It was an encouragement for God to give it to Moses. ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ആ വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. And Aaron will speak on behalf of Moses. മോശയ്ക്ക് വേണ്ടി അഹരോൻ സംസാരിക്കും. See what a way God is leading a person. ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ നയിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. So when Moses was born in the face of the earth, മോശ ഈ ഭൂമുഖത്ത് ജനിച്ചപ്പോൾ he had some difficulties. അവന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. When he is young age, and even before 2 years old, Pharaoh began he was searching to kill all the male children. ആ 2 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാനായിട്ട് ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. But the thing is, God protected him through his mother. എന്നാൽ തന്റെ മാതാവിൽ കൂടെ ദൈവം മോശയെ സൂക്ഷിച്ചു. Because God has given a task even before his birth. താൻ ഉരുവാകുന്നതിന് മുൻപേ ദൈവം മോശയെ കുറിച്ച് ഒരു ദൗത്യം ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. Even though at the age of 80 he was giving the excuses to God. ഈ 80ാമത്തെ വയസ്സിലും ദൈവത്തോട് മോശ ചില ഒഴിവുകൾ പറയുന്നുവെങ്കിൽ തന്നെയും he said that I am not a fit person to deliver the people of Israel from the land of Egypt. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് മോശ പറഞ്ഞുവെങ്കിൽ തന്നെയും And he said I am not a good communicator. ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല എന്ന് അവൻ പറഞ്ഞു. And thus you send somebody else. വേറെ ആരെങ്കിലും അയക്കണമേ എന്ന് മോശ പറഞ്ഞു. But God's response was എന്നാൽ ദൈവത്തിന്റെ മറുപടി that he is the right person to deliver the people of Israel. ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി മോശ തന്നെയാണെന്ന് ദൈവം അവനോട് പറഞ്ഞു. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, so God has placed us in the face of the earth. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമുഖത്ത് ആക്കി വെച്ചിരിക്കുന്നത്. He called us from a different place in order to give a special task toward us. ദൈവം നമ്മെ വിളിച്ച് ഒരു പ്രത്യേക ദൗത്യം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. We need to accomplish it. അത് പൂർത്തിയാക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. Probably we may think that for past 2 years we were not able to worship God in the church in a perfect way. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായിട്ട് നമുക്ക് കർത്താവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. Probably we may think that it's a bondage of us. അത് Probably we may be staying in our house as a bondage. ഒരുപക്ഷെ നാം ഭവനങ്ങളിൽ ഇരുന്ന് ഒരു അടിമത്തത്തിന്റെ സാഹചര്യത്തിലായിരിക്കാം നാം ആയിരിക്കുന്നത്. We are not able to go to worship God in the church. നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല സഭയായിട്ട്. Or we are not able to share the word of God to other young people or anybody else. അല്ലെങ്കിൽ മറ്റ് ചെറുപ്പക്കാരോടോ മറ്റുള്ളവരോടോ ദൈവവചനം പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. God knows everything. ദൈവം എല്ലാം അറിയുന്നു. There will be a day in which it's going to be end. ഈ സാഹചര്യങ്ങളൊക്കെ മാറുവാനായിട്ടുള്ള ഒരു ദിവസമുണ്ട്. In which we will take a decision. നാം അന്ന് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് പോവുകയാണ്. God has given us a task. ദൈവം നമുക്ക് ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. How am I going to utilize it? നാം എങ്ങനെ അത് നിവർത്തിക്കാനായിട്ട് പോകുന്നു? Am I going to give excuses just like Moses? മോശയെ പോലെ ഒഴികഴിവുകൾ പറയുന്നവനാണോ? Or am I going to take a definite determination that I will be stand for God? അതോ ദൈവത്തിന് വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, even though Moses was given a lot of excuses, മോശ അനേക ഒഴികഴിവുകൾ പറഞ്ഞുവെങ്കിൽ തന്നെയും God remembered that he is a fit person for this job. ഈ വലിയ ദൗത്യത്തിന് ഏറ്റവും യോഗ്യനായ വ്യക്തി മോശയാണെന്നുള്ള ദൈവത്തിന് അറിയാമായിരുന്നു. And throughout these 5 books of Moses, we can be able to understand that because of Moses, people of Israel came out of the land of Egypt. ഈ പുസ്തകങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നമുക്കറിയാം മോശ മുഖാന്തരമാണ്
ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. In every situation, ഏത് സാഹചര്യത്തിലും God was with Moses. ദൈവം മോശയോട് കൂടെ ഉണ്ടായിരുന്നു. Thus he would accomplish all his job. അങ്ങനെ തന്റെ ദൗത്യങ്ങളൊക്കെയും പൂർത്തീകരിക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. Even though he has given a lot of excuses. പല ഒഴികഴിവുകളും പറഞ്ഞുവെങ്കിൽ തന്നെയും ദൈവത്തിന് വേണ്ടി അതൊക്കെ ചെയ്യുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. We are in the presence of God. നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. God has given us a task. ദൈവം നമ്മെ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. Let us do with boldly. അത് ധൈര്യത്തോടെ ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. And we remember that God is always with us. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. Any situation happens, ഏത് സാഹചര്യവും ആയിക്കൊള്ളട്ടെ, remember God. ദൈവത്തെ ഓർക്കുക. And he will be always with us. ദൈവം നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. In any situation, ഏത് സാഹചര്യത്തിലും. may his name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിലപ്പെട്ട സന്നിധിയിൽ ഇന്ന് രാവിലെ ഇരിപ്പാൻ, അങ്ങയുടെ തിരുവെഴുത്ത് ശ്രദ്ധിപ്പാൻ, ധ്യാന ചിന്ത കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ധന്യനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്ത ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകിയതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു. ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ ശക്തിയുടെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, പക്ഷവാദം ചെയ്യുന്നു, വീണ്ടും വരാൻ പോകുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അറക്കപ്പെട്ട കുഞ്ഞാട് ധനം, ബഹുമാനം, സ്തുതി, സ്തോത്രങ്ങളെ സ്വീകരിപ്പാൻ യോഗ്യനാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ ശേഷിപ്പിച്ച രോഗത്തിൽ നിന്നും, COVID-19 നിന്ന്, ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് ഈ സിയോൻ സഭയിലുള്ള ദൈവജനത്തെ അവിടുന്ന് കാക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ വൻ കൃപയ്ക്കായി, അങ്ങയുടെ എല്ലാ പ്രൊട്ടക്ഷനായി തിരുനാമത്തിന് സ്തോത്രം. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഞങ്ങളെ പരിപാലിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആലോചന നൽകുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും മറികടന്നു പോകാതെ ഉത്തരം നൽകി ഞങ്ങളെ നിലനിർത്തുന്നതുകൊണ്ട്, ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ ദാസൻ MB ഗോളിച്ചായന് ധ്യാന ചിന്ത നൽകിയതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലിസേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കാവശ്യമായ സൗഖ്യവും ആശ്വാസവും വിടുതലും ഇരുവർക്കും നൽകി അവിടുന്ന് നടത്തണം. അങ്ങയുടെ ദാസൻ ടോണിക്കായി സ്തോത്രം, ഡോക്ടർ റോളൻഡിനായി സ്തോത്രം. കർത്താവെ, കേൾപ്പിച്ച മോശയുടെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസൻ മൂലം ഇടയാക്കിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ടോണി സൗഹറിന് കൊടുത്ത വചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിച്ച ദൈവം എത്ര അത്ഭുതമാണ് പ്രവർത്തിച്ചത്. ദൈവം തന്നെ ഉപയോഗിച്ച വിവിധ വിധങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു. അവരുടെ സങ്കടം ദൈവം അറിഞ്ഞു. അവരുടെ ഞെരുക്കം ദൈവത്തിന് മനസ്സിലായി. വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വന്നു. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് ദൈവം തന്നോട് സംസാരിച്ചു. മോശേ, മോശേ എന്ന് വിളിച്ചു. മോശയെ അയച്ചു. കൂടെ അഹരോനും ഉണ്ടായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. വലിയ വിടുതലുണ്ടായി. ആ ദൈവം ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ അന്നും ഇന്നും ശക്തനാകയാൽ, മതിയായവനാകയാൽ തിരുനാമത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, ആവശ്യമായ കൃപ സിയോൻ സഭയിലുള്ള എല്ലാ ദൈവജനത്തിനും അവിടുന്ന് നൽകണം. ഈ വചന കേൾവി ഓരോ വിശ്വാസികൾക്കും അത് കേൾക്കുമ്പോൾ
അത് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ടോണി സഹോദരന് മടങ്ങി സഹോദരിയുമായി കർത്താവെ ജംതാരയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസം യാത്ര ചെയ്യണം. ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം. അങ്ങയുടെ ദാസൻ്റെ ശുശ്രൂഷയിൽ അവിടുന്ന് കൂടെയിരിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ നെല്ലിശ്ശേരി മെൽജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയണ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഒരു വിടുതൽ നൽകി, ഒരു കുഞ്ഞിനെ നൽകി. അവരുടെ കുടുംബത്തിൻ്റെ അതിര് വിശാലമാക്കണം. ആ മേഴ്സി സഹോദരിയെയും എല്ലാ മക്കളെയും നെല്ലിശ്ശേരി ഭവനത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൊടുക്കണം, സഹായിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഏലിമേടുത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തീരെ ക്ഷീണത്തിൽ കഴിയുകയാണ്, അവിടുന്ന് കരുണ കാണിക്കണം. അനാഥരുടെ പിതാവ്, വിധവമാരുടെ ന്യായപാലകൻ ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ സൈലസങ്ങളുടെ ആൻറ്റി തങ്കം സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏകയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ശബ്ദം കേട്ട് ശക്തി ലഭിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ അങ്ങയുടെ ദാസിയെയും സഹായിക്കണം. ജൂഡിയെയും ഗുണശീലനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യമാക്കുന്ന യഹോവ അങ്ങാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. രോഗത്തിൽ പിടിപെട്ട് കഷ്ടപ്പെടുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാർ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കർത്താവെ ഡൽഹിയിലും മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. പലവരും ഞങ്ങളെ വേർപെട്ടു പോയി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങൾ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വിടുതലും ആശ്വാസവും സൗഖ്യവും അവിടുന്ന് നൽകണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ദിവസത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന ജോൺസൺ, റോസേച്ചി, എൽസേച്ചി, അതുപോലെ പല സഹോദരി സഹോദരന്മാരുണ്ട്. കർത്താവെ, അവർക്കൊക്കെയും സൗഖ്യവും വിടുതലും ആശ്വാസം നൽകണം. ഈ സ്ഥലം സഭയിലെ മൂപ്പന്മാരായ ദൈവദാസന്മാർ, സുവിശേഷകന്മാരായ ദൈവദാസന്മാർ, മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഓരോ സഹോദരി സഹോദരന്മാർ, ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ കൃപ ഈ ദിവസങ്ങളിൽ നൽകണം. എത്രയും പെട്ടെന്ന് ഈ ആലയത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവജനത്തിന് കടന്നു വന്ന് ഈ സഭാഹോളിൽ സത്യത്തിലും ആത്മാവിലും നീതിയിലും വിശുദ്ധിയിലും കർത്തൃമേശയോടുകൂടെ അങ്ങയുടെ ജനം അങ്ങേ ഓർത്ത് അങ്ങയുടെ മരണത്തെ പ്രസ്താവിച്ച് അങ്ങേ ആരാധിപ്പാൻ വഴികളും വാതിലുകളും തുറന്നു തരണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് സൗഖ്യം നൽകണം, വലിയ വിടുതൽ നൽകണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ, ഈ സഭയിലുള്ള, ഈ സിയോൻ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ, എല്ലാ കുഞ്ഞുങ്ങളെ, എല്ലാ സഹോദരി സഹോദരന്മാരെ കാക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിപിനും കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളങ്ങേ ഓർക്കുന്നു, ഞങ്ങളങ്ങയുടെ മരണത്തെ പ്രസ്താവിക്കുന്നു, ഞങ്ങളെ മുറിവുകളെ ചുംബിക്കുന്നു. ഞങ്ങളങ്ങേ ഭയപ്പെടുന്നു, ഞങ്ങളങ്ങേ ബഹുമാനിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.